കിഴിശ്ശേരി കടുങ്ങല്ലൂരിൽ ആശുപത്രി മുറിയിൽ വൻ മോഷണം. കിടത്തി ചികിത്സ തേടിയ രോഗിയുടെ പണമാണ് കള്ളൻ കവർന്നത്. 40,000-ഓളം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ആശുപത്രി CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രസവ ചികിത്സക്കെത്തിയ മൊറയൂർ സ്വദേശികളുടെ പണമാണ് നഷ്ടമായത്. രോഗിയുമായി സ്കാനിങ്ങിനായി പുറത്തുപോയപ്പോൾ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. ഈ സമയത്താണ് മോഷ്ടാവ് മുറിയിൽ കടക്കുന്നത്. എന്നാൽ ഇതിനിടെ രോഗിയുടെ ഭർത്താവ് മുറിയിലെത്തിയപ്പോൾ ഒരു മധ്യവയസ്കൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ റൂം മാറിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ സ്ഥലം വിടുകയായിരുന്നു. റൂമിലെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരമറിയുന്നത്. ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസമായതിനാൽ അതിനായി കൊണ്ടുവന്ന പണമാണ് കവർന്നത്. ഉടൻ തന്നെ പരിസരത്തൊക്കെ ഇയാളെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്ന് അരീക്കോട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുറത്തുവന്ന ആശുപത്രി CCTV ദൃശ്യങ്ങളിൽ ഒരാൾ റൂമിൽ കയറുന്നതും രക്ഷപ്പെടുന്നതും വ്യക്തമാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് പ്രതിയെ വലയിലാക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശി അബ്ബാസാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളായിരുന്നു. പോലീസിന്റെ പിടിയിലായ അബ്ബാസ് സമാനമായ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. രോഗിയും കൂടെയുണ്ടായിരുന്ന ആൾ പുറത്തുപോയ സമയത്ത് ഉച്ചയോടെയായിരുന്നു അബ്ബാസ് മുറിയിലേക്ക് കയറി മോഷണം നടത്തിയത്. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് അബ്ബാസ് പണമെടുത്ത് ഇറങ്ങിയത്. എന്നാൽ തക്ക സമയത്താണ് രോഗിയുടെ ഭർത്താവ് റൂമിലേക്ക് കയറി വന്നത്. അപ്പോൾ റൂം മാറിപ്പോയി എന്നാണ് അബ്ബാസ് പറഞ്ഞത്. അബ്ബാസ് സമാനമായ നിരവധി മോഷണ കേസുകൾ നടത്തിയിട്ടുമുണ്ട്. അരീക്കോട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.